iPlusന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കേരള സെറ്റ് 2026 ജാനുവരിയുടെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നതാണ്. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 15 വരെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 16. ക്വസ്റ്റ്യൻ നമ്പർ 16 നമ്മളോട് പോളി സ്പിൻ മെട്രിക്സസ് തന്നിട്ടുണ്ട്, ഹാമിൽട്ടോണിയൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഹാമിൽട്ടോണിയൻ്റെ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റമുണ്ട്. അതായത് അവർ തന്നേക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി ഉള്ളത് ചെറിയ പ്രിൻറ്റിങ് എറർ ഉണ്ട്. അപ്പോൾ H is equal to E0 into sigma Z പ്ലസ് ഒരു ആൽഫ സിഗ്മ എക്സ് ആണ്, വേർ ഇ നോട്ട് ആൻഡ് ആൽഫ കോൺസ്റ്റൻസ് ആൻഡ് സിഗ്മ ഇസെഡ് സിഗ്മ എക്സ് ആർ പോളി സ്പിൻ മെട്രിസസ്. ഫൈൻഡ് ദ ഐഗൻ വാല്യൂ. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഈ ക്വസ്റ്റൻ ഒന്ന് എഴുതാം. ഓക്കെ, ക്വസ്റ്റൻ നമ്പർ 16. അതിനകത്ത് ക്വസ്റ്റിൽ തന്ന ആ ഇക്വേഷൻ ഹാമിൽട്ടോണിയൻ ഞാൻ എഴുതുവാണ്. ഹാമിൽട്ടോണിയൻ ഇസ് ഈക്വൽ ടു ഇ നോട്ട് ഇൻറ്റു സിഗ്മ ഇസെഡ് പ്ലസ് ആൽഫ സിഗ്മ എക്സ്. ഓക്കെ, ഞാൻ ആ വാല്യൂസ് എഴുതാൻ പോവാണ്. അതായത് സിഗ്മ ഇസെഡ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 0 0 -1 ആണ്. ഓക്കെ, ആൻഡ് സിഗ്മ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 1 1 0 ആണ്. അതിൻ്റെ കൂടെ ആൽഫ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആൽഫ സിഗ്മ എക്സ് എന്ന് പറയുന്നത് 0 ആൽഫ ആൽഫ 0. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് ഈ രണ്ട് മെട്രിക്സസിനെ ഒന്ന് പ്ലസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് സിഗ്മ ഇസെഡ് പ്ലസ് സിഗ്മ ആൽഫ സിഗ്മ എക്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1 0 0 -1 പ്ലസ് 0 ആൽഫ ആൽഫ 0. അപ്പോൾ ആൻസർ വരാൻ പോകുന്നത് എല്ലാം കൂടെ പ്ലസ് ചെയ്താൽ 1 ആൽഫ ആൽഫ -1. ഓക്കെ, ഇനി ഇതിൻ്റെ വെളിയിൽ നമുക്കൊരു ഇ നോട്ടും ഉണ്ട്. ഹാമിൽട്ടോണിയൻ ഇസ് ഈക്വൽ ടു ഇ നോട്ട് ഇൻറ്റു ഈ മെട്രിക്സ്. ഓക്കെ, നമ്മളോട് ഇതിൻ്റെ ഐഗൻ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐഗൻ വാല്യൂ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഹാമിൽട്ടോണിയൻ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് കിട്ടും. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഹാമിൽട്ടോണിയൻ എഴുതാം. അതായത് ഞാൻ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യട്ടെ അകത്തോട്ട്. അതായത് ഇ നോട്ട് ആൽഫ ഇ നോട്ട് ആൽഫ ഇ നോട്ട് വീണ്ടും ആൽഫ ഇ നോട്ട് ആൻഡ് മൈനസ് ഇ നോട്ട്. ഓക്കെ, നമുക്ക് ഇതൊന്നവിടെ ഇട്ട് കൊടുക്കാം. സോ ഹാമിൽട്ടോണിയൻ എച്ച് മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് എച്ചിന് പകരം നമുക്ക് ഇയാളെ ഇടാം. അതായത് ഇ നോട്ട് ആൽഫ ഇ നോട്ട് പിന്നെ ആരുണ്ട്, വീണ്ടും ആൽഫ ഇ നോട്ട് ആൻഡ് മൈനസ് ഇ നോട്ട് മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് ലാംഡ 0 0 ലാംഡ. ഓക്കെ, നമ്മൾ ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എച്ച് മൈനസ് ലാംഡ ഐ ഇസ് ഈക്വൽ ടു ഓക്കെ ഡിറ്റർമിനൻറ്റ് ഓഫ് ഇതൊന്ന് മൈനസ് ചെയ്ത് എഴുതുവാണെങ്കിൽ ഞാൻ. അപ്പോൾ എന്ത് വരും? ഇ നോട്ട് മൈനസ് ലാംഡ ആൽഫ ഇ നോട്ട് പിന്നെ ആൽഫ ഇ നോട്ട് ആൻഡ് ലാംഡ മൈനസ് ഇ നോട്ട്. ഓക്കെ ആണല്ലോ, നമുക്ക് ഡിറ്റർമിനൻ്റ് എടുക്കാം. അപ്പം എച്ച് മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് ദിസ് വൺ മൈനസ് ദിസ് വൺ മൈനസ് ഇത്. ഓക്കെ, അപ്പം ഇ നോട്ട് മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് ഇ നോട്ട് മൈനസ് ആൽഫ സ്ക്വയർ ഇ നോട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. നമുക്ക് ഇതിനകത്തൊന്ന് ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് വരും എന്ന് വെച്ചാൽ ലാംഡ ഇ നോട്ട് മൈനസ് ഇ നോട്ട് സ്ക്വയർ മൈനസ് ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ ഇ നോട്ട് മൈനസ് ആൽഫ സ്ക്വയർ ഇ നോട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ആരെങ്കിലും ക്യാൻസലായി പോവോ? ലാംഡ ഇ നോട്ടും ചെറിയൊരു സൈനിൻ്റെ പ്രശ്നമുണ്ട്, രണ്ടുപേര് ക്യാൻസലാവും. അതായത് മൈനസ് ഇ നോട്ട് സ്ക്വയറും മൈനസ് ഇ നോട്ട് സ്ക്വയർ മൈനസ് ലാംഡ ഇ നോട്ട്. ഒരു മിനിറ്റ് നോക്കട്ടെ. ഓക്കെ, ഒരാൾ മൈനസ് ആണ് വരേണ്ടത്.
അപ്പം ഇവർ രണ്ടുപേരും ക്യാൻസലായി പോയിട്ട് നമുക്ക് അവസാനം കിട്ടാൻ പോകുന്നത് എന്ന് വെച്ചാൽ പ്ലസ് ലാംഡ സ്ക്വയർ. ലാംഡയുടെ ഫ്രണ്ടിലായിരുന്നു മൈനസ് വരേണ്ടത്. ഓക്കെ, അതായത് ഒരു സെക്കൻഡ്, ഞാൻ ഈ ഒരു സെക്ഷൻ ആദ്യം ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, അപ്പം ഇ നോട്ട് മൈനസ് ലാംഡയുണ്ട്. നമുക്ക് അടുത്തത് മൈനസ് ഇ നോട്ട് മൈനസ് ലാംഡ. അവിടെയാണ് പ്രശ്നം പറ്റിയത്. ഇവിടെ ഒരു ഫ്രണ്ടിലൊരു മൈനസ് ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തില്ല, അവിടെ പ്രശ്നം പറ്റി. ഓക്കെ, അപ്പം ഒന്നുകൂടെ ചെയ്യട്ടെ. ഇ നോട്ട് മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ മൈനസ് ഇ നോട്ട് മൈനസ് ആൽഫ സ്ക്വയർ ഇ നോട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. മൈനസ് ലാംഡ ഇ നോട്ട് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ഇ നോട്ട് സ്ക്വയർ പ്ലസ് ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ ഇ നോട്ട് ഇസ് ഈക്വൽ മൈനസ് ആൽഫ സ്ക്വയർ ഇ നോട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇതും കട്ടായി പോവും. കട്ടായി പോയി കഴിഞ്ഞാൽ നമുക്ക് അവസാനം വേണ്ടതെന്ന് പറഞ്ഞാൽ ലാംഡ സ്ക്വയർ ആണ് വേണ്ടത്. അപ്പം ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ ഇ നോട്ട് സ്ക്വയർ പ്ലസ് ഇ നോട്ട് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇ നോട്ട് സ്ക്വയർ എന്ന് വെളിയിലെടുത്താൽ അകത്ത് ആൽഫ സ്ക്വയർ പ്ലസ് 1. Therefore, lambda is equal to plus or minus e naught root of alpha square plus 1. ഓക്കെ, ഇതാണ് സംഭവം. എനിക്ക് ചെറിയൊരു മൈനസിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ട്. നിങ്ങളും ചെയ്യുമ്പോൾ അത് നോക്കി ചെയ്തോട്ടോ. നമുക്കപ്പം ഓപ്ഷനും നോക്കാം. ഇതാണ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 17. An anisotropic harmonic oscillator described by the potential. ഞാൻ എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 17. ക്വസ്റ്റ്യൻ നമ്പർ 17ൽ നമുക്ക് പൊട്ടൻഷ്യൽ തന്നേക്കുന്നത് വി ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നേക്കുന്നത് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് 2m ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് 8m ഒമേഗ സ്ക്വയർ ഇസഡ് സ്ക്വയർ. ഇതാണ് നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ. നമ്മളോട് അതിനകത്ത് അവർ ചോദിച്ചേക്കുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയാണ് ചോദിച്ചേക്കുന്നത്. ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് എച്ച് ബാർ ബൈ 2 ഇൻറ്റു ഒമേഗ എക്സ് പ്ലസ് ഒമേഗ വൈ പ്ലസ് ഒമേഗ ഇസഡ്. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ട ആൾ. അപ്പോൾ ഒമേഗ എക്സ് വേണം, ഒമേഗ വൈ വേണം, ഒമേഗ ഇസഡ് വേണം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിലോട്ട് വീണ്ടും പോവാം. പൊട്ടൻഷ്യൽ നോർമലി പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്താണെന്നറിയാമോ? ഹാഫ് എം ഒമേഗ എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് എം ഒമേഗ സഫിക്സ് വൈ സ്ക്വയർ പ്ലസ് ഹാഫ് എം ഒമേഗ സഫിക്സ് ഇസഡ് സ്ക്വയർ. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇയാളെയാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് ഫസ്റ്റ് ടേം ഓക്കെ ആണ്. സെക്കൻഡ് ടേം ഒന്ന് റീറൈറ്റ് ചെയ്യാം. ഹാഫ് ഫ്രണ്ടിൽ വരണം, എം വരണം, ബ്രാക്കറ്റിനകത്ത് ഒമേഗ വരണം, സ്ക്വയർ വേണം, വൈ സ്ക്വയറും വേണം. അപ്പം 2 എന്ന നമ്പറിനെ ചെറിയൊരു മാറ്റം വരുത്തിയാൽ നമുക്കിത് കൊണ്ടുവരാൻ പറ്റും. 2 എന്ന് ഇട്ട് കൊടുത്താൽ മതി, ഓക്കെ ആവും. ഇനി ഇതുപോലെ തന്നെ ഈ ടേം കൂടെ ഫ്രണ്ടിൽ ഹാഫ് വരണം, എം വേണം, ബ്രാക്കറ്റിനകത്ത് ഒമേഗ ഇസഡ് സ്ക്വയർ വേണം, ഇസഡ് സ്ക്വയറും വേണം. അപ്പോൾ ഏത് നമ്പർ ഇട്ട് കൊടുത്താൽ മതി നമുക്ക്? അപ്പോൾ ഇതിനെയും കമ്പയർ ചെയ്യുമ്പോൾ 4 ഇട്ട് കൊടുത്താൽ പോരെ? 4 ഇട്ട് കൊടുത്താൽ മതി, ഓക്കെ ആണല്ലോ. അപ്പം therefore ഒമേഗ എക്സ് എന്ന് പറയുന്നത് ഒമേഗ തന്നെ. ഒമേഗ വൈ എന്ന് പറയുന്ന ആളെന്താ? 2 ഒമേഗയാണ്. ഒമേഗ ഇസഡ് എന്ന് പറയുന്ന ആളോ 4 ഒമേഗ ആണ്. ഓക്കെ, അപ്പം ഇവിടെ ഇട്ട് കൊടുത്താലോ? എച്ച് ബാർ ബൈ 2 ഇൻറ്റു ഒമേഗ പ്ലസ് 2 ഒമേഗ പ്ലസ് 4 ഒമേഗ. 6 + 1 7. അപ്പം 7 എച്ച് ബാർ
ഒമേഗ ബൈ 2 എന്ന് വരും. ഈ ക്വസ്റ്റനിൽ അവർ ഓപ്ഷനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതായത് ഇൻ യൂണിറ്റ്സ് ഓഫ് എച്ച് ബാർ ഒമേഗ. എച്ച് ബാർ ഒമേഗ എന്ന യൂണിറ്റ്സിലാണ് വേണ്ടത്. സോ ദ ആൻസർ ഷുഡ് ബി 7/2. അതിൻ്റെ ഓപ്ഷൻ ഉണ്ടോ നോക്കാം നമുക്ക്. ഉണ്ട്, 7/2 ഉണ്ട്. ഇതാട്ടോ ആൻസർ.